നമുക്ക് അനുഗ്രഹത്തിന്റെ വാതിൽ അമ്മയോടൊപ്പം തുറക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സ്വാദിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥന പ്രവേശിക്കാം. കർത്താവേ, പരീക്ഷ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വീണ്ടും ഓർക്കുകയാണ്. പരീക്ഷ തീരണ വരെ ഇനി +2 പരീക്ഷ വരുന്നുണ്ട്, SLC പരീക്ഷ ഉണ്ട്, ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എല്ലാവരെയും നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു. പരീക്ഷ ഉള്ളവർ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അമ്മയുടെ അടുത്ത് വന്ന് അപ്പൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. അവരെ തൊട്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ, വിശ്വപ്രമാണം ചൊല്ലട്ടെ. അപ്പൻ അവരെ ആശംസിച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഇതൊരു നല്ല ദിവസമാണ്. കർത്താവേ, ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും മക്കൾക്ക് അവകാശമാക്കാൻ നിൻ്റെ അഭിഷേകം ഓരോ പ്രഭാതത്തിലും പുതിയ അഭിഷേകം, പുതിയ ദൈവാനുഭവം അവർക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങൾ പഠിക്കുന്നതിനോട് കൂടുതൽ ലഘുവാകണം കർത്താവേ. എൻ്റെ ഭാരം ലഘുവാണെന്ന് നീ പറഞ്ഞതിൽ അഭിഷേകം കിട്ടിയ പഠനത്തിന് മുന്നിൽ അഭിഷേകം കിട്ടിയാൽ എല്ലാ പാഠഭാഗങ്ങളും അവർക്ക് ലഘുവാകും ഈശോയെ. അതുകൊണ്ട് അവർ ഉറക്കമില്ലാതെ ഉറങ്ങുകയോ പഠിച്ച് അടുത്തിട്ട് തലയ്ക്കറാതിരിക്കുന്ന പേര് ടയേർഡായിട്ട് ഉറങ്ങുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ എല്ലാ അവശതകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ചിന്തകളെ ഭരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കടകമ്പോളുകൾ നടത്തുന്നവരുണ്ട്. കുടുംബത്തിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളൊക്കെ ജയിച്ചു വന്നാൽ ഇവിടെ പഠിപ്പിക്കുമെന്ന് ഓർത്തിട്ട് മാതാപിതാക്കന്മാരെ വെമ്പുന്നവരുണ്ട്. ഏത് മാർഗം അന്വേഷിക്കും, കുഞ്ഞുങ്ങളുടെ പഠനം അടഞ്ഞു പോകുന്നൊക്കെ പാവപ്പെട്ടവർ വിഷമിക്കുന്നവരുണ്ട്. സമൂഹത്തിൽ ഇടനിലക്കാരായിട്ടുള്ളവരുണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അവർക്ക് ഒരു തരത്തിലുള്ള ഒരു സഹായം ഒരിടത്തും ഇല്ലാത്ത മനുഷ്യരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ, ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഉപരിപഠനത്തിന് വിടാൻ ആവശ്യമായ അവരുടെ പ്രൊഫഷൻ, അവരുടെ അഭിരുചി അനുസരിച്ച് അവർ പഠിച്ച് മുന്നേറി സ്വന്തം കാര്യം നിൽക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ഇപ്പം തന്നെ കർത്താവെ ഞാൻ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കുന്ന കാലമാണ് ഈശോയെ. നോൻപ് തുടങ്ങിയാൽ പിന്നെ വിവാഹമില്ല. വിവാഹത്തിൻ്റെ അവസാന ദിവസങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കടങ്ങളിലൂടെ വിവാഹം നടത്തുന്നവരുണ്ട്.
വലിയ സംഘർഷങ്ങളുടെ വിവാഹം നടത്തുന്നവരുണ്ട്. പലതര വിവാഹത്തിൻ്റെ പേരിൽ ഒത്തിരിയേറെ ദൈവത്തെ മാറ്റി നിർത്തി സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും അങ്ങനെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിശ്ചയെ നോൻപ് വരെയുള്ള നടക്കുന്ന എല്ലാ അടിയന്തരങ്ങളെയും ഞങ്ങളുടെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിശ്ചയെ നോൻപിന് മാനസികമായിട്ട് നോൻപിനോട് ഉൾക്കൊള്ളുവാനും അതിനുവേണ്ടി ഇപ്പം തന്നെ ഒരുങ്ങുവാനും അങ്ങനെ മക്കൾക്ക് അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഫെബ്രുവരി മാർച്ച് 2, മാർച്ച് 3, 5 ഒക്കെ ആയിട്ട് കർത്താവ് നോൻപുകൾ സഭകൾ ആരംഭിക്കുന്നത്. അവിടെ എല്ലാം കർത്താവ് നിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാനുള്ള ആയുധങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈശോയെ. അവരെല്ലാം അങ്ങ് പാകതയോടെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ തേടുന്ന കാലമാണ് നോൻപ് കാലം ഈശോയെ. അതെല്ലാം അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴീ നോൻപിന് മുമ്പുള്ള എല്ലാ ദിവസങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ മക്കള് പല കുടുംബങ്ങളും പണ്ട് ഭയങ്കര വിശുദ്ധിയോടും ഭയങ്കര പ്രാർത്ഥനയുന്ന കുഞ്ഞുങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ഇന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാത്ത അനാഥമായി കുടുംബം പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥകളുണ്ട്. കേരളത്തിൽ 10,000-കണക്കിന് കുടുംബങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്ന നിശ്ചയം അതൊക്കെ വിറ്റുമാറ്റി കർത്താവ് അവിടെയെല്ലാം അങ്ങേ വെച്ച് ആരാധിച്ചിരുന്ന കുടുംബങ്ങളെ പോലും കർത്താവ് അന്യാധീനപ്പെട്ടു പോകാൻ പോകുന്ന കാഴ്ചയാണ് നിശ്ചയം, ദുരന്ത കാഴ്ച. അതെല്ലാം കർത്താവ് ആ മേഖലയിൽ ആ വീട് വിട്ടുപോയവർക്ക് വിദേശത്തും വീടില്ലാതെ ഇരിക്കുന്ന അവസ്ഥയുമുണ്ട്. കർത്താവ് ആ വീടിനെ അവർക്ക് പണം ചിലവാക്കാനും അവർക്ക് ലോൺ സാക്ഷാത്ത അവസ്ഥയുണ്ട്. ലോൺ എടുത്തിട്ട് അവിടെയും കടം ഇവിടെയും കടമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെല്ലാം പുതിയ കാലത്തെ പുതിയ സങ്കടങ്ങളെ കർത്താവെ അങ്ങനെ തിരിച്ച് കണ്ണീരോടെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പരിശുദ്ധ അമ്മ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ഓരോ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എല്ലായിടത്തും കടന്നു ചെന്നുകൊണ്ട് എല്ലാവരെയും സന്ധിക്കാൻ പരിശുദ്ധ ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ശനിയാഴ്ച അമ്മയുടെ ദിവസം, അനുഗ്രഹത്തിൻ്റെ ദിവസം നിങ്ങൾക്ക് അവകാശമാകട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മക്കളെ, നമ്മളെ ഇന്ന് വായിക്കേണ്ടതേ സങ്കീർത്തനം 30:7 ഒന്ന് വായിച്ചേ. അങ്ങ് മുഖം മറച്ചപ്പോൾ. ദൈവത്തിന് അങ്ങനെയൊക്കെ ചില വിഷയങ്ങളുണ്ട് കണ്ട. അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി. അതെ, ചില സമയത്ത് നമുക്ക് പ്രസൻസ് ആബ്സെന്റ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ആബ്സെൻ്റായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടാതിരിക്കും. ഭയങ്കര നിർണായക നിമിഷങ്ങളൊക്കെ നമുക്ക് ഒരു ദൈവീയ വെളിച്ചം കിട്ടാത്ത സമയങ്ങൾ കൊണ്ടാവും. ആദ്യം ദൈവത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സുഭാഷിതം 1:20 വായിച്ചേ. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ വിളി കേൾക്കുകയില്ല. ഞാൻ മൈൻഡ് ചെയ്യത്തില്ലെന്ന്, ഞാൻ വിളി കേൾക്കുകയില്ല. ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കും, ജാഗ്രതയോടെ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നെഗറ്റീവ്സ് ഒത്തിരി ഉണ്ട്. പ്രാർത്ഥന ഒത്തിരി റിജക്ഷൻ റേറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ പറയാം ഞാൻ സിമ്പിളായിട്ട് പറയാം കേട്ടോ, നിങ്ങൾ വേറെ ധരിക്കരുത്. ഇത് പള്ളിപ്രസംഗമൊന്നും അല്ലേ, കാഷ്വൽ ടോക്സാണ്. കാഷ്വൽ ടോക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ അതായത് നമ്മളെ ചില സ്ഥലത്തൊക്കെ വിടുമ്പോൾ അവർ പറയരുത്, അയ്യോ ആ രാജ്യത്ത് പോകാൻ പറ്റില്ല, അവിടെ എന്താണ് അവിടെ ഭയങ്കര റിജക്ഷൻ, വിസയ്ക്ക് ഭയങ്കര റിജക്ഷൻ റേറ്റാണെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് റിജക്ഷൻ്റെ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഈ സംഭവം വരും. അതായത് പ്രാർത്ഥനയ്ക്ക് റിജക്ഷൻ റേറ്റ് കൂടും. അത് പ്രാർത്ഥനയുടെ കാരണം പ്രാർത്ഥനയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. ശബ്ദം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നാക്കിങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യണം. പിന്നെ ശബ്ദമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ല വേറെ എന്താ. ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഇപ്പം നിങ്ങൾ പറയും വിശ്വാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ കർത്താവ് ഏക്കണ്ടേ. ഒരുമാതിരിപ്പെട്ട ഈ വിശ്വാസമൊക്കെ എടുക്കാത്ത നാണയം പോലെ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അതെന്താ കാര്യം, അതായത് ഇപ്പോൾ ഇന്നലത്തെ തന്നെ നമ്മൾ വായിച്ചില്ലേ 25:15-22 മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? ഓ വുമൺ, യുവർ ഫെയ്ത്ത് ഈസ് സോ ഗ്രേറ്റ്. അപ്പോൾ ആദ്യം റിജക്ഷൻ അല്ലായിരുന്നു, അത് ആ മിണ്ടിയില്ലല്ലോ. 15:22 മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് മിണ്ടിയില്ലെന്നല്ലേ പറയണത്. നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ആ വിഷയം റിജക്ഷനാണത്. അതിൻ്റെ കാര്യം ഫെയ്ത്ത് ഗ്രേറ്റ് അല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം ഒരുമാതിരിപ്പെട്ടെങ്കിൽ അലങ്കോലപ്പെട്ട വിശ്വാസമില്ലേ, അതും ശരി ഇതും ശരി എന്നൊക്കെ പറഞ്ഞുള്ള വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അസുഖക്കാരുടെ എണ്ണം കൂടുതലാണ് ഇപ്പം. അതും ശരി ഇതും ശരി. അപ്പോൾ അവർക്ക് ഒരു ഗിപ്പില്ല ദൈവത്തിൽ. അതുകൊണ്ട് തന്നെ റിജക്ഷൻ റേറ്റ് കൂടും. പക്ഷെ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം റിജക്ഷൻ റേറ്റ് കുറവാണ്. ഇവിടെ വൃത്തിമേനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ കാര്യത്തിൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്.
അതാ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രാർത്ഥന മാത്രമല്ലേ ഉള്ളത്, പിന്നെ എന്താണ് അതിൻ്റെ അകത്ത് അവൻ പറയണ പോലെ ചെയ്യല്ലേ, ചൊല്ലുക മാത്രമല്ല ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ട്, വിശ്വാസം പ്രയോഗിക്കുന്നുണ്ട്, വിശ്വാസം പ്രാർത്ഥനയായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് റിജക്ഷൻ റേറ്റ് കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയ്ക്ക് ചിലർ പറയേ ഇൻഷുറൻസ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ചില വിഷയത്തിൽ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊരു വീഡിയോ കണ്ടപ്പോഴേ അതിൻ്റെ അകത്ത് അജിയോപ്ലാസ്റ്റോ അല്ലെങ്കിൽ സ്റ്റെൻഡ് ഇടുന്ന ഹൃദയത്തിന്, അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻഷുർ ചെയ്യുന്നവരുണ്ട്. സർക്കാർ ആശുപത്രിയൊക്കെ ഇൻഷുർ ചെയ്യുന്ന പറയണത്, ചില ആശുപത്രി ഇൻഷുർ ചെയ്യത്തില്ല, പുറത്തുള്ള ആശുപത്രികളിലൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പോൾ നമുക്ക് അതിൻ്റെ കേടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിനെ പൈസ മുടക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ഇൻഷുർ ഒരു വിഷയമാണ്. ഈ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം വിഷയം, ഉടമ്പടി നമ്മൾ കറക്റ്റായിട്ട് അവൻ പറയണ പോലെ ചെയ്തു കഴിഞ്ഞാൽ അത് കാര്യം ബൈബിളിനെ തന്നെ വിളിക്കണത് ഉടമ്പടി ബുക്ക് എന്നല്ലേ വിളിക്കണത്, ബൈബിളിനെ തന്നെ വിളിക്കണത്. അപ്പോൾ ദൈവം സത്യസന്ധനായിരുന്നാലും ഇപ്പോൾ ഒരു വചനമില്ലേ, എന്താണ് 2 തിമോത്തി 2:13 വചനമുണ്ട്. അതായത് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. ഒന്ന് വായിച്ചത്, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കാൻ അവന് സാധ്യമല്ല. അതാണ്. അതായത് ഉടമ്പടി അല്പം നമ്മൾ ഉഴപ്പിപ്പോയാലേ ദാറ്റ് ഈസ് ഇൻഷ്യൂർഡ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അവിശ്വസ്തതയിലല്ല അത് റിലേ ചെയ്യണത്, ദൈവത്തിൻ്റെ വിശ്വാസ്യതയിലാണ്. കാര്യം തന്നെ നിഷേധിക്കാൻ അവന് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ പ്രയറിന് റിജക്ഷൻ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതിന് ഗ്രൗണ്ട് ഈശ്വരല്ല, മറ്റത് ഉടമ്പടിയാണ്. ഞാൻ ഉടമ്പടി പ്രകാരം ജീവിക്കാമെന്ന് പറയുകയാണ്. അവൻ പറയണ പോലെ ചെയ്തോളാമെന്ന് പറഞ്ഞല്ലേ നമ്മൾ കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യണത്. അവൻ പറയണ പോലെ, അമ്മ അതല്ലേ പറഞ്ഞത്, അവൻ പറയണ പോലെ ചെയ്യുക. അവൻ പറയണ പോലെ ചെയ്യണ ആ ഒരു പ്രത്യേക ഒക്കേഷന് വേണ്ടി ഉള്ളതല്ലല്ലോ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ ഇതിൽ നിറവേറട്ടെ എന്നുള്ള മരിയ സ്പിരിച്വാലിറ്റിയുടെ ആ ബേസിലാണ് അമ്മ സംസാരിക്കുന്നത്. അമ്മ ആദ്യമേ ഇതിനേക്ക് മുമ്പും പറഞ്ഞിരിക്കണത് ഇത് തന്നെയാണ് പറഞ്ഞത്, എല്ലാം മാറ്റി പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അമ്മ പറയണത് ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ പറയണത് ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ലോർഡ്, ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. അതായത് എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ വചനം നിറവേറട്ടെ. അത് ഉടമ്പടിയാണ് ശരിക്കും പറഞ്ഞത്. ഒരു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അകത്തുള്ളത് എന്താണ്? വാഗ്ദാനം. അമ്മ എന്താ കൊടുത്തിരിക്കുന്നത്? അമ്മ നിബന്ധനയായിട്ട് ആ വാഗ്ദാനത്തെ അഡ്ഹിയർ ചെയ്യാൻ. അപ്പം അത് ഉടമ്പടിയാണ് ശരിക്കും പറഞ്ഞത്. അതിൻ്റെ ബേസിലാണ് കനായിൽ കല്യാണത്തിൽ എനിക്ക് നിനക്ക് എൻ്റെ സമയവും സമാധാനമായിട്ട് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ഈ ഉടമ്പടി ആ വിഷയം ഉടമ്പടിയുടെ സബ്ജക്റ്റിൻ്റെ പരിധി കൊണ്ടുവരും. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യാൻ പറയും. അവൻ പറയണ പോലെ ചെയ്തുകൊള്ളാവുന്നതാണല്ലോ പരിശുദ്ധയുടെ മാധ്യസ്ഥത നമ്മൾ ഈശോൻ്റെ അടുത്ത് കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യണത്. അപ്പോഴെന്ത് പറ്റും? അത് ഈശോടാണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. ഉടമ്പടി എടുത്തിട്ടുള്ളവർ പരമാവധി വിശ്വസ്തയോട് ജീവിച്ചുകൊണ്ട് അതിനകത്ത് അവരുടെ ദൈവത്തിരുസന്നിധിയിൽ അവർ വലിയൊരു ജീവിത രീതിയാണ് ഫോളോ ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിലെ സുബ്രാണിയുടെ സാക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാക്ഷ്യമാണ്. സുബ്രാണിക്ക് 7 വർഷമായിട്ട് മക്കളില്ല. അവൾ ഹാമിൽട്ടണിൽ കാനഡയിൽ സെറ്റിൽഡാണ്. പക്ഷെ അവിടുത്തെ എല്ലാ സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് മക്കളില്ല. പക്ഷേ സുബ്രാണിയുടെ ദൈവസ്നേഹം ഭയങ്കരമാണ്. എന്നെ പറയണമെന്ന് പറയും. അവൾ ഭർത്താവ് പറയണേ, നാട്ടിൽ പോകും, നമ്മൾ ഉടമ്പടി എടുക്കും. പക്ഷേ ഉടമ്പടി എടുത്തിട്ട് മക്കളെ കിട്ടിയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ കുറവ് തോന്നരുത്. കാര്യം എന്താണ്? നമ്മൾ മക്കളെ കിട്ടാൻ വേണ്ടി അല്ല ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയുടെ ജീവിതം നയിക്കാനാണെന്ന്. അയ്യോ, എന്നാ ഈ കാലത്തെ മനുഷ്യൻ്റെ ഒരു സാക്ഷരത! ഉടമ്പടി എടുത്തിരിക്കുന്നത് ഉടമ്പടിയുടെ ജീവിതം നയിക്കാനാണെന്ന്. അതൊരു സന്തോഷത്തോടെയാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നത്. ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. അതാത് ശരിക്കും സുവിശേഷപരമായിട്ട് വാഗ്ദാന പ്രകാരം ഈശോയുടെയാണ്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ ഉടമ്പടി ജീവിതമായിട്ട് മാറ്റുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. അത് ഭയങ്കരമായൊരു വചനമാണ്. 45:5 ഉൽപ്പത്തി പുസ്തകം. എന്താണ്? ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ദൈവമാണ് എന്നെ
അപ്പം നിങ്ങളല്ല, നിങ്ങൾ ഉപകരണമായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ദൈവം ഉണ്ടായിരുന്നെന്നാണ് പറയണത്. എല്ലാ തോൽവിയുടെയും പരാജയത്തിൻ്റെയൊക്കെ പിന്നിൽ ഒരു വിശ്വാസിക്ക് ദൈവത്തെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നീ ഒരു മനുഷ്യനെയാണ് കാണുന്നുണ്ടെങ്കിൽ നീ ഒരു വിശ്വാസിയെ തുടരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എല്ലാ പരാജയങ്ങളുടെ പിന്നിൽ ഇപ്പം നിനക്ക് കാനഡയിൽ പോകാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചോ? പറ്റിയില്ല. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. വസ്തു വിൽക്കാൻ അപ്പം സംഭവിച്ചില്ല, അതിന് ചേടത്തിൽ സംഭവിച്ചില്ല. ഞങ്ങളുടെ ഓഹരി തന്നിട്ട് വിറ്റാൽ മതി, വിൽക്കുക തുലക്കുക എന്ത് വേണം ചെയ്തോ, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് തരാനുള്ള തന്നേക്കാൻ പറയും. ബെൻഡിങ് ഇടുമ്പോൾ അപ്പൻ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മോന്തം കയറ്റി അപ്പൻ്റെ അടുത്ത് പറയും, ഇത് അവർ പറഞ്ഞ് കേട്ടില്ലേ, എനിക്കന്ന് സഹായിച്ചെങ്കിൽ ഞാൻ ഇന്ന് എവിടെ ഇരുന്നേ? എവിടെ ഇരിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല. നിങ്ങൾ എവിടെ ഇരുന്നാലും ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൈ ഇടിച്ച് ഭൂതകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കുരിശിനെ വർത്തമാനകാലത്തെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ക്രിസ്തു. ക്രിസ്തു എല്ലാ ഭൂതകാല കുരിശിനെയും പരാജയങ്ങളെയും വർത്തമാനകാലത്ത് വിജയമായി കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് കൊളോസ്യസ് 1:24 വായിച്ചേ, സ്തുതിക്കട്ടെ 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 ഹല്ലേലൂയ. കൊളോസ്യൻസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. ഒന്ന് പറഞ്ഞാൽ, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അപ്പോഴേ ഇതുപോലെ സഭയ്ക്ക് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ അനുഭവിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് അത് പത്രോസ് അങ്ങനെ പറയത്തില്ല, പൗലോസ് അത് പറയും. കാര്യം പൗലോസിനോട് അത് പറഞ്ഞുകൊണ്ടാണ് അവനെ തള്ളി താഴെയിട്ടത്. എന്താണ്? നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത്? 9-ാം അധ്യായം ആക്സില്ലേ, നടപടി പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ എന്താ ചോദിച്ചത്? നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത്? നിന്നെ ഞാൻ പീഡിപ്പിച്ചില്ലല്ലോ. വിശ്വാസികളെയല്ലേ പീഡിപ്പിച്ചതെന്ന് പൗലോസിന് പറയാം. പക്ഷേ ഈശോയ്ക്ക് വിശ്വാസികൾ നമ്മൾ സഭയില്ല, സഭ മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവവേദന സഭ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ദൈവവേദന നിനക്ക് സഭയ്ക്ക് നൽകാനുള്ളത് എന്താണ്? പ്രാർത്ഥന മാത്രമല്ല, നിൻ്റെ ഇതുപോലെയുള്ള സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് വെക്കുമ്പോഴേ സഭയ്ക്കായി കാഴ്ചവെക്കണം, പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, ഞാൻ ഭൂതകാലങ്ങൾ അനുഭവിച്ച സഹനങ്ങളെ ക്രിസ്തുവിനോടുകൂടി ചേർത്ത് വെക്കുമ്പോഴേ അതിന്റെ കൃപ സഭയിൽ നിറയാൻ സഭയ്ക്കായി കാഴ്ചവെക്കുന്നു. സഭയുടെ അഭിഷേകത്തിനായി കാഴ്ചവെക്കുന്നു. ഇന്ന് കർത്താവിന്റെ വചനത്തിന്റെ വെളിപാടുകൾ എങ്ങോട്ടാ പോകണമെന്ന് നോക്കിയാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നിന്നെക്കുള്ള കൃപ ഇന്നലെ കുരിശായി തന്നിട്ടുണ്ട്, അത് നിൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറയണത്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൺവേർട്ടിങ് ഇറ്റ്. നിനക്കുള്ള കൃപ ഇന്നലെ കുരിശായി തന്നിട്ടുണ്ട്, അത് നിൻ്റെ കൂടെ ഉണ്ടെന്നാണ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൺവേർട്ടിങ് ഇറ്റ്. ഇന്നലെയുള്ള സങ്കടങ്ങളെയും ഇന്നലെ ഉണ്ടായ രോഗങ്ങളെയും ഇന്നലെ ഉണ്ടായ നിരാശകളെയും ഇന്നലെ ഉണ്ടായ പരാജയങ്ങളെയും പ്രാർത്ഥിക്കുക. ഇന്നലെ ഉണ്ടായ കുരിശുകളെ, ഇന്നലെ ഉണ്ടായ സങ്കടങ്ങളെ, ഇന്നലെ ഉണ്ടായ അപമാനങ്ങളെ, ഇന്നലെ ഉണ്ടായ പരാജയങ്ങളെ എൻ്റെ രക്ഷക, എൻ്റെ കർത്താവേ, എൻ്റെയും നിന്റെയും അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാധ്യസ്ഥതയിലെ നിന്റെ കുരിശിനോട് ചേർത്ത് വെക്കുന്ന അപ്പോസ്തലികമായ ഈ നടപടിക്രമങ്ങളിലൂടെ കൃപയാൽ നിറക്കണമേ, എന്നെ കൃപയാൽ നിറക്കണമേ, എന്നെ കൃപയാൽ ഈ നിമിഷം നിറക്കണമേ. ഭൂതകാലങ്ങളിലെ കുരിശാണ് വർത്തമാനകാലത്തെ കൃപ എന്നാണ് ഇപ്പോഴേ സുവിശേഷിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഭൂതകാലത്തെ കുരിശിനെക്കുറിച്ച് ഇതിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ദൈവത്തിൻ്റെ പിൻസ്വരമായിട്ട് സ്വീകരിക്കണം. ഭൂതകാലത്തിലെ കുരിശ് ദൈവത്തിൻ്റെ പിൻസ്വരമായിട്ടൊരു വ്യക്തി സ്വീകരിക്കപ്പെടണം. ഇപ്പം പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ദൈവത്തിൻ്റെ സ്വരമാണല്ലോ അല്ലേ? ഐസയാ 30:21. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ.
സ്തുതികടെ സ്തുതികടെ ഹല്ലേലൂയ. യെശയ്യാ 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, ഒന്ന് ഏറ്റു പറഞ്ഞേ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. പിന്നിലെ സ്വരമാണ് ദൈവത്തിൻ്റെ സ്വരം. അത് ഭൂതകാലത്ത് സംഭവിച്ചിട്ടുള്ള കുരിശുകളും ക്ലേശങ്ങളിലൂടെയാണ് നമ്മൾ പിന്നിലെ സ്വരങ്ങൾ കേൾക്കുന്നത്. അതാണ് ആ പിന്നിലെ സ്വരം കേട്ട ആളാണ് ജോസഫ്, അല്ലേ? ജോസഫ് എന്താ പറയുന്നത്? നിങ്ങൾ കരയണ്ട, എന്നെ കിണറ്റിൽ തള്ളിയിട്ടെന്നു അറബികൾക്ക് വിറ്റെന്ന് ഓർത്തുണ്ട്, കരയണ്ട. എന്താണ്? ജീവൻ നിലനിർത്താൻ വേണ്ടി എന്ന് പറഞ്ഞ്, ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങളിലൂടെ കിണറ്റിൽ തള്ളിയിട്ടത്. ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവം നിങ്ങളിലൂടെ എന്നെ അറബികൾക്ക് വിറ്റതാണ്. അപ്പൊ ആരാണ് ചെയ്തിരിക്കണത്? എല്ലാം ദൈവമാണ് ചെയ്തത്. ഇതാണ് ഭൂതകാലത്തിലെ കുരിശിന്റെ വിഷയം. നിങ്ങൾ നാത്തും പോരും കുടുംബപ്പോരും ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ഇതെല്ലാം സ്ക്രാപ്പാണ്. ഈ വേസ്റ്റ് കൊണ്ട് നമ്മൾ വിളക്ക് കത്തിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നലെ ഇനി അനുഗ്രഹിച്ചിട്ടില്ലെന്ന് എന്നെ വിചാരിച്ചോ? നിന്നെ എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കുന്നവർ പറയും, ഓ അവരൊക്കെ ദൈവം അനുഗ്രഹിച്ചു, എന്നെ മാത്രം തിരിഞ്ഞു നോക്കണില്ല. സാക്ഷ്യം കേൾക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് സന്തോഷം, കുറേ ആൾക്കാർക്ക് ദുഃഖമാണേ. ആർക്കും അറിയാൻ പറ്റാത്ത ഇത് അല്ലേ? ദൈവം നീ അറിയണം, ഇന്നലെ അനുഗ്രഹിക്കണതും ഇന്ന് അനുഗ്രഹിക്കണതും ദൈവത്തിന് ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? ഇന്നലെ അനുഗ്രഹിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നലെ അനുഗ്രഹിക്കാത്ത കാലങ്ങളെ ഓർത്ത് നീ വിഷമിക്കണത് നീ മനുഷ്യനായത് കൊണ്ടാണ്. ദൈവം വിഷമിക്കാത്തത് ദൈവം കാലത്തിന് എവർ പ്രസൻറ്റിൽ ജീവിക്കുന്ന കൊണ്ടാണ്. ഒരുത്തൻ വെളുപ്പാങ്കാലത്തെ ജോലിക്ക് വിളിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് കണക്ക് തീർക്കുമ്പോഴേ കർത്താവ് ഒരുപോലെ തീർക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ എടുക്കണം നമ്മൾ. 20 മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അല്ലേ? സ്തുതികടെ സ്തുതികടെ 16-ാമത്തെ വാക്യം. മത്തായി 20:16. പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. 15-ഉം 14-ഉം വായിച്ചേ. 15, 14 മത്തായി ശ്രീയുടെ സുവിശേഷം 20, 15, 14 വായിച്ചേ. 20:14. നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പൊയ്ക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. അതാണ് സംഭവം. ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു അനുഗ്രഹിക്കപ്പെടാത്ത ഒരു ഭൂതകാലമാണ് നിനക്കുണ്ടെങ്കിൽ അത് കർത്താവിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. അനുഗ്രഹിക്കപ്പെടാത്തൊരു ഭൂതകാലമാണ് നിനക്കുണ്ടെന്ന് വിചാരിച്ചോ. ഓരോരുത്തർ ഓരോ അനുഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ ഇടിവെട്ട് നമുക്ക് അവർക്ക് അനുഗ്രഹം ഉണ്ടാകും. അപ്പം നമ്മളവർക്ക് ദൈവമേ, ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വിശ്വാസിയായിട്ട് ജീവിച്ചു പോവുകയാണല്ല, എന്താണ് ഈ കർത്താവ് എന്നോട് ഒരു കരുണ കാണിക്കാത്തത്? അപ്പോൾ സ്വാഭാവിക മനുഷ്യർ തോന്നുന്ന ചോദ്യമാണ്. അതിനെല്ലാം ഈശോ ഉത്തരം പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ മാത്രം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ മാത്രം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ തവളയെപ്പോലെ വീർത്ത് അഹങ്കാരം കൊണ്ട് പറയണമല്ല. എൻ്റെ മനസ്സിൽ കർത്താവ് തോന്നിയിട്ടുള്ള ചില ചോദ്യങ്ങളൊന്നാണ്, തോന്നിച്ചിട്ടുള്ള ഉപദേശങ്ങളൊന്നാണ് നോ കംപ്ലയിൻറ്റ് പ്ലീസ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നോ കംപ്ലയിൻറ്റ് പ്ലീസ്. ഞാൻ സ്വന്തം എന്നുവെച്ചാൽ പരാതി പറയേണ്ടെന്ന്. ഇന്നലെ കിട്ടാവുന്ന അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് യുദ്ധത്തിന് പോകരുത്, പരാതി പോകരുത്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ കാര്യം? നമ്മൾ ഫോളോ ചെയ്യുന്ന സ്പിരിച്വാലിറ്റി മെരിയൻ സ്പിരിച്വാലിറ്റിയാണ്. ഉടമ്പടിക്കൊരു ഒരു സ്പിരിച്വാലിറ്റി ഇല്ലേ? നമ്മളത് മരിയൻ ഉടമ്പടിയാണ്. അമ്മയാണ് ഇതിൻ്റെ അതിൻ്റെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത്. അവരെയാണ് ഇതിൻ്റെ മാതൃക. അവരുടെ മാതൃക മാത്രമേ ഇതിൻ്റെ അകത്ത് ആപ്ലിക്കബിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സ്വന്തം മാതൃക ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻ കേസ് എപ്പോഴെങ്കിലും ഫലത്തിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ നടന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് മരിയൻ സ്പിരിച്വാലിറ്റിയാണ് ഉപയോഗിക്കേണ്ടത്. അമ്മ എന്താ പറയണത്? പരാതിയില്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താ കാര്യം എന്നറിയാവോ? അതെന്തുകൊണ്ടാണ് പരാതിയില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം? ദൈവത്തിന് ഏത് സമയത്ത് വേണമെങ്കിലും, അപ്പോൾ 3:34 ഒരു വചനമില്ലേ? 3:34 യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 3:34.
ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതായത് യോഹന്നാൻ 3:34 എന്താ പറഞ്ഞ ഒന്നേറ്റ് പറഞ്ഞ ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ഇത് ഈ ദിവസങ്ങളിൽ ഞാൻ ഈശോയുമായിട്ടിരുന്ന ദിവസം സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഈശോ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയാവോ? അളന്നല്ല ആത്മാവിനെ കൊടുക്കണമെന്ന് പറയുമ്പോഴേ ആത്മാവിനെ അളന്നല്ല കൊടുക്കുന്നതെന്നാണ് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, നിന്നെ അളന്നല്ല തരണമെന്ന്. മനസ്സിലായില്ലേ? ദൈവം നിൻ്റെ ജീവിതം, നിൻ്റെ കഴിഞ്ഞ കാലത്തെ കയ്യിരിപ്പ്, നിൻ്റെ തോന്നിവാസവും ഒക്കെ അളന്നിട്ട് ഗുണിച്ചും കുറച്ചും കൂട്ടിയും ബാക്കിയുള്ളത് ഇങ്ങോട്ട് ബാലൻസ് തരികയല്ല. ദൈവം തരുമ്പോൾ നിൻ്റെ ഭൂതകാലത്ത് നീ ആരായിരുന്നെന്ന് അറിയാതെ അവിടെ നിന്ന് അമർത്തി കുരുക്കി നിറച്ചളന്നവൻ നിന്റെ മടിയിലോട്ട് ചൊരിയും. 6:36 ലുക്കാന്റെ സുവിശേഷം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മുടെ സുവിശേഷം എന്താണ് ഈശോ എന്ന് പറയുന്നത്? ഭൂതകാലങ്ങളിൽ ഉണ്ടായിരുന്ന കുരിശാണ് വർത്തമാനകാലത്തിലെ കൃപ. പക്ഷേ ഇത് നമ്മളെ സമീപിക്കുന്ന രീതി അനുസരിച്ചാണ് നമുക്കതിൻ്റെ വരുമാനം കിട്ടുന്നത്. നമ്മളെങ്ങനെ സമീപിക്കുന്നു? എൻ്റെ മക്കളെ, നമുക്കറിയാം ഉടമ്പടി എന്ന് പറയുമ്പോഴേ മറ്റ് പ്രാർത്ഥനാ രീതികളും ഉടമ്പടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഉടമ്പടി ഒരു ജീവിത ക്രമമാണ്, ആന്തരികമായ ഒരു ഈടിട്ടൊരു നിലപാടാണ്. ആധ്യാത്മികത ഇത്രയും അങ്ങനെ ഉടമ്പടി ഒരു ജീവിത ശൈലിയായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. അതുകൊണ്ടല്ലേ സിൽവർ ഗ്രേയൊക്കെ വരണത്. ഇപ്പം നിങ്ങളുടെ പലരുടെ കയ്യിൽ ഇരിക്കുന്നത് ഉടമ്പടി ഗ്രീൻ പേപ്പറാണ്, 1 ഇയർ. ഇനി സെക്കൻഡ് ഉണ്ട് ഉടമ്പടി ബ്ലൂ ഉണ്ട്, പിന്നെ തേർഡ് ഉണ്ട് ഉടമ്പടി വൈറ്റ് ഉണ്ട്, ഫോർത്ത് ഉണ്ട് ഉടമ്പടി സിൽവർ ഗ്രേ. അതുപോലെ അതിനകത്ത് പകുതിയോളം ആൾക്കാർ ഉടമ്പടി ഒരു ജീവിതക്രമം പോലെ ഇങ്ങനെ ആചരിച്ച് അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇതാണ് ജീവിതം. കാര്യം അതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ട്. ഇപ്പോൾ ഷൈനി ഇടുക്കിയിൽ വന്ന് ഷൈനിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഷൈനി ഉടമ്പടിയിലാകുമ്പോൾ ഉടമ്പടിയെക്കുറിച്ച് നല്ല ആഴമായ അപാരമായ ബോധ്യങ്ങൾ ഷൈനിക്കുണ്ട്. ഷൈനിക്ക് വയസ്സ് 46 ഉണ്ടെന്ന് തോന്നുന്നു, 41-42 വയസ്സുണ്ട്. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സീനിയർ കെയറിന് പോകണം. UK സീനിയർ കെയർ വിസ വേണം. അതാണ് സംഭവം. അവർ കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടകാലമല്ലേ. ഈ കോവിഡിൻ്റെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ കടങ്ങൾ വന്ന്, അപ്പോൾ ഇനി നമുക്ക് പല ആൾക്കാരും പുതിയ മേച്ച സ്ഥലങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞാനെന്താ അവിടെ കൂടെ നിൽക്കണത്? ഈ കാലം അവിടെ കൂടെ നിൽക്കേണ്ട കാലമാണ്. അതിനുവേണ്ടി നമുക്ക് ഉടമ്പടി ദൈവം തന്നിരിക്കണം. ഈ കാലം വളരെ മോശമാണ്. ഇപ്പോൾ തന്നെ ജോസഫ് എന്താ പറയണത്? ജീവൻ നിലനിർത്താൻ വേണ്ടി കർത്താവാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അപ്പോൾ കർത്താവാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? കാനഡയിലേക്കായാലും ഇംഗ്ലണ്ടിലേക്കായാലും ജീവൻ നിലനിർത്താൻ വേണ്ടി പട്ടിണിക്കാലത്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവം ഇപ്പോൾ തുടങ്ങിയ റിക്രൂട്ടിംഗ് പരിപാടിയല്ല. ദൈവം തൻ്റെ ജനത്തെ കണ്ട കാലം മുതൽ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ജീവൻ നിലനിർത്താൻ വേണ്ടി ഓരോ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു നടപടിയാണ്. കർത്താവാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അപ്പോൾ എമിഗ്രേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? കർത്താവാണ്. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷി അടിപൊളി ഉണ്ടായിരുന്നു. അതായത് അവർക്ക് പ്രോസസ്സിങ്ങിനല്ല ഭയങ്കര പ്രശ്നമുണ്ടായി. പ്രോസസ്സിങ് പ്രശ്നം ഉണ്ടായ സമയത്ത് ഉടനെ പുള്ളിക്കാരത്തി ഇവിടെ വന്നിട്ടൊരു പ്രഖ്യാപനം. എന്താ പ്രഖ്യാപനം? അമ്മയുടെ മുഖത്ത് നോക്കി ഒരു പ്രഖ്യാപനം. നല്ല രസകരമായ സാക്ഷ്യമാണ്. അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ സാക്ഷി. എന്താ പറയണത്? എൻ്റെ എമിഗ്രേഷൻ ഓഫീസർ അമ്മയാണ്, എനിക്ക് വേറെ ഒന്നും പറയാനില്ലെന്ന്. അതാണ് രസം. ആൾക്കാരുടെയൊക്കെ ഓരോ നിലപാടെന്ന് പറയുന്നത്. എൻ്റെ എമിഗ്രേഷൻ ഓഫീസർ, എനിക്ക് വേറെ ആരുടെ അടുത്തും ചെന്ന് ഞാൻ പറഞ്ഞ കാര്യമില്ല. എൻ്റെ എമിഗ്രേഷൻ ഓഫീസർ അമ്മയാണ്, ഞാനിത് അമ്മയെ ഏൽപ്പിക്കുന്നു. എൻ്റെ അമ്മ പിന്നെ ഗ്രീൻ ചാനലിലൂടെ ഈ ഇടിപെട്ട് വലിയ സാലറി പോണത്. കാര്യം അതായത് നമ്മൾ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇങ്ങനെ പറയണമെങ്കിൽ അതിന് പിന്നിലുള്ള ഒരു ദൈവത്തോടുള്ള ഒരു കടപ്പാടും അടുപ്പവും ഒക്കെ ഉണ്ടാകണം. വെറുതെ ചുമ്മാ പറയണമല്ല. അവരെ കർത്താവിന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചതാണ്. ഇപ്പോൾ ഷൈനി എന്താ പറയണത്? ഷൈനി പറഞ്ഞാൽ എനിക്ക് 42 വയസ്സുണ്ട്. എൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇപ്പോൾ 10-300 കപ്പയുടെ ചുവടും ഒരു 10-50 റബ്ബറൊക്കെയാണ് കുഞ്ഞ് ജീവിതമായിട്ട് അങ്ങ് ജീവിച്ച് പോവുകയാണ്. അപ്പോൾ ഞാൻ 5 പൈസ എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല ആർക്കും. ചോദിക്കണവന്മാരെല്ലാവരും പറയണത് 8 ലക്ഷം വേണം, 12 ലക്ഷം വേണം. ചില ഏജൻസി ചിലപ്പോൾ പറയും 14 ലക്ഷം വേണമെന്ന് പറയും. പക്ഷേ അതിന് പറയും ഞാൻ ഒറ്റ പൈസ തരത്തില്ലെന്ന് പറയും. ആരുടെ പറയണത്? അവരോടാ പറയണത്. എന്താ കാര്യം? ഞാൻ ഇത് പോണത് അമ്മയുടെ ആശീർവാദത്തിന്. അതാണ് ഉടമ്പടി ജീവിതം എന്ന് പറയണത്. ഉടമ്പടി ഒരു ജീവിതമാണല്ലോ ശരിക്കും. കാര്യം എൻ്റെ കാശില്ല, പക്ഷേ എൻ്റെ അമ്മ വിടുമെന്ന് എന്നോട് മനസ്സിനോട് പറയുന്നുണ്ട്.
എൻ്റെ അമ്മ എന്നെ വിടുമെന്ന് എൻ്റെ മനസ്സിനോട് പറഞ്ഞിട്ടുണ്ട്. വേറെ രസമുള്ളത് എനിക്ക് ഇംഗ്ലീഷൊക്കെ ഒന്നും അധികം അറിയാൻ പാടില്ല. ഇൻ്റർവ്യൂവിനൊക്കെ വരുന്നാൽ എന്ത് പറയും, സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇമെയിൽ സെൻഡ് പോലും അറിയാൻ പാടില്ല. ആ ഷൈനിയുടെ സാക്ഷി നിങ്ങൾ കേൾക്കണം. അതായത് അവരൊരു വീട്ടമ്മയല്ലേ, 42 വയസ്സായെന്ന് പറയുമ്പോൾ എങ്ങനെയായാലും അവർക്കൊരു 10ാം ക്ലാസ് അങ്ങനെ അല്ല അതല്ല, അവർ നേഴ്സാണ്, അതല്ല ഇത്രയും നാൾ ഗ്യാപ്പ് വന്നില്ലേ, അവരുടെ മക്കളുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരല്ലേ. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇവരുടെ ഒരു നിലപാട്, ഈ കാർക്കശ്യമായ നിലപാട്, ഞാൻ ഒറ്റ പൈസ തരത്തിലെന്ന് പറഞ്ഞാൽ എന്താ കരുത്, അവിടെ പൈസ ഇല്ല കൊടുക്കാൻ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അവർ ഈ ദാർഢ്യമായിട്ട് പറയണത് എന്താണ്, അമ്മയെ കണ്ടുകൊണ്ടാണ് പറയണത്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നാണ് അതാണ് എൻ്റെ അടിയൊഴുക്ക്, അതാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എന്താണ്, 5 പൈസയില്ലാതെ എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയിക്കൊള്ളൂ. അപ്പോൾ അവർ തിരക്കി എല്ലായിടത്തും. അപ്പോൾ 8 ലക്ഷം പറഞ്ഞു തൊട്ട് 14 ലക്ഷം വരെ പറഞ്ഞു പോകാൻ വേണ്ടി. പക്ഷേ ഇവരെന്താ ചെയ്യുക, അപ്പോൾ ഇവരെന്നിട്ട് ഈ എന്താ പറയുക, എനിക്കൊരു ഇമെയിൽ പോലും സെൻഡ് ചെയ്യാൻ അറിയാൻ പാടില്ല. അപ്പോൾ ഇമെയിൽ പോലും സെൻഡ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളാണ് ഇംഗ്ലണ്ടിൽ ചെല്ലാൻ പോണത്, അതാണ് വിഷയം. പക്ഷേ അതല്ല, ഇംഗ്ലണ്ടിൽ ചെല്ലാനുള്ളൊരു മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്ത് തന്നെ കണ്ടില്ലേ. നമുക്ക് ചിലപ്പോൾ ചിലത് അടുത്ത പഞ്ചായത്തിൽ പോകാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ അവർക്കൊക്കെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അവരോട് കൂട്ടിച്ചേർക്കപ്പെടുന്നത് വലിയൊരു സ്വപ്നവും ഇച്ഛാശക്തിയും കൂടിയാണ്. ഇതൊക്കെ എങ്ങനെ വരണമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. എന്നിട്ട് അവസാനം ഇവർ ഒരു ബ്രിട്ടീഷ് കമ്പനി ഇവരോട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവർക്കറിയാവുന്ന പോലെയൊക്കെ അവർ പറയുന്നുണ്ട് അവരോട്. പക്ഷേ ഓഫർ ലെറ്റർ മാത്രം വരുന്നില്ല. അപ്പോൾ ഓഫർ ലെറ്റർ വരാതിരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ഈ ഇംഗ്ലീഷുകാരൻ അല്ല ഇവരെ ഇത് റിജക്റ്റ് ചെയ്യണത്, ആപ്ലിക്കേഷൻ. അപ്പോൾ ഇംഗ്ലീഷുകാരൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പിന്നെ അത് അവർ ടേക്കപ്പ് ചെയ്യത്തില്ല. അപ്പോഴേ ഷൈനി ഒരു സാക്ഷ്യം കേൾക്കും. സാക്ഷ്യം കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ലെറ്റർ ജോലി നിരാകരിച്ച ജോലി കമ്പനി വീണ്ടും തിരിച്ചു വിളിക്കുന്ന ഒരു സാക്ഷ്യം കേൾക്കും. അപ്പോഴത് സാക്ഷ്യം അവളെ കേൾക്കണതല്ല, മാതാവ് അവളെ കേൾപ്പിക്കണതാണ്. അതായത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണം മക്കളെ. ഉടമ്പടി ചെയ്യുമ്പോൾ നീ സത്യസന്ധമായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മ നിന്നെ വിടാതെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നോക്കും. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇവൾക്ക് ലെറ്റർ വരുന്നില്ല. ലെറ്റർ വരാത്തപ്പോൾ ഇവളിനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പോലെ വിഷമിക്കുമ്പോൾ ഇവളൊരു സാക്ഷ്യം കേൾപ്പിക്കും. പണ്ട് അമ്മ എന്താ ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സാക്ഷ്യം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങളൊരു സാക്ഷ്യം കേട്ടാൽ പോലും അമ്മയുടെ ഒരു നിഴൽരൂപം അവിടെ എവിടെയും കാണും. നിങ്ങൾ കേൾപ്പിക്കണമാണത്. നീ പിന്തിരിയരുത്, നീ ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ പറയും. അപ്പോഴുടനെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനി വിചാരിക്കും അപ്പോഴുടനെ ഇവർ വിചാരിക്കേ ശരി എന്നാൽ ഉടമ്പടി കുറച്ചുകൂടി കാർക്കശ്യമാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. പിന്മാറാനല്ല, അവരുടെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിലൊന്നും പോയിട്ടില്ല ഈ രോഗികളെ കാണാൻ വേണ്ടി. പിന്നെ ഷൈനി ഉടനെ ഗവൺമെൻറ് ആശുപത്രി പോകും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയത്തില്ല ഗവൺമെൻറ് ആശുപത്രി പോകണം, അവിടെ പാവപ്പെട്ട രോഗികളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഏത് ഗവൺമെൻറ് ആശുപത്രി പോകാനാണ്, നാട്ടിൽ തന്നെയുള്ള പല പ്രൈവറ്റ് ആശുപത്രിയും പോയിക്കാൻ രോഗികളെ കണ്ടാൽ മതിയല്ല. ഇങ്ങനെ പെയ്തും പേരൊക്കെ പിച്ചും പേയും പറഞ്ഞാൽ കുറേ പെരിച്ചാഴികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് പ്രശ്നം. കാര്യം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇതിന് ജ്ഞാനം കിട്ടിയിരിക്കണതും എന്നോടല്ലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും ഓരോ കാര്യം. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അത് കറക്റ്റായിരിക്കും. നിങ്ങൾ സുവിശേഷ വേല ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഈ നാക്കിട്ട് ചലിപ്പിച്ച് ചെല്ലി ദൈവത്തിന് അകപ്പെടുത്താമെന്ന് വിചാരിച്ച് അകപ്പെടത്തില്ല. അങ്ങനെ അകപ്പെടുത്തുന്ന ദൈവമല്ല. സത്യമായ ദൈവമായത് കാരണം ഇങ്ങനെയുള്ള ചെപ്പടി വിദ്യകളിലൂടെ അകപ്പെടത്തില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ മാന്യം മര്യാദ ഇറങ്ങി ദൈവത്തിൻ്റെ സുവിശേഷ വേല ചെയ്യണം. എവിടെയെല്ലാം സുവിശേഷ വേല ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ച് സത്യസന്ധമായിട്ട് ഉടമ്പടിയോട് നിങ്ങൾ പരിഗണിക്കുന്ന സമയത്ത് തീ കത്തും. അവളെ തന്നെ വേറെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളൊക്കെ കണ്ട് പത്രമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുത്ത് അവർ സുവിശേഷ വേല തുടങ്ങി. അപ്പോൾ തന്നെ ഈ നിരാകരിച്ച കമ്പനി തിരിച്ച് വിളിച്ചു. ആ സെക്കൻഡാണ് വിളിക്കണത്, അത് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വിളിക്കും. കാരണം ദൈവം വാക്ക് മാറത്തില്ല ഒരിക്കലും. നിങ്ങളാണ് ഈ വാക്ക് മാറണത്. പല ആൾക്കാർക്കും ഉടമ്പടിയിൽ വന്നിരിക്കുന്നത് അവർ പറയണ എന്തെങ്കിലും ചെയ്ത് വെക്കും. അതിൻ്റെ അകത്ത് ഉടമ്പടി ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്ത് വെക്കും. കുറച്ച് പേര് അത് തൊട്ടടുത്തുള്ള ആരും രോഗികളൊക്കെ പോയി കണ്ടിട്ട് മാതാവിൻ്റെ കണ്ണിൽ പൊടിയിടും. ചില ആൾക്കാർ പത്രം പലപ്പോഴായിട്ടൊക്കെ കൊടുത്തൊക്കെ തീർക്കും. അത് വെച്ചാൽ വല്ല വീട്ടിൽ വല്ല ഇൻസ്റ്റാൾമെൻറ്റാ വല്ല ചിട്ടിയുടെ കാശടക്കാനൊക്കെ വന്നവർക്ക് ഓരോ പത്രമൊക്കെ ഇങ്ങനെ കൊടുത്ത് അവിടെ വേറെ നമ്മുടെ കൈ നനയാതെ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. കാരണം നിങ്ങളിങ്ങനെ ചെയ്ത് ഒപ്പിക്കണ സാധനമല്ല ഇത്. ദൈവത്തിന് വേണ്ടി സുവിശേഷത്തിൻ്റെ സാക്ഷിയാകണ പരിപാടിയാണ്. അത് നെഞ്ചുറപ്പോടുകൂടി യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാണ് ഞാൻ. കർത്താവിനെ അറിയിക്കാൻ അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ കർത്താവെ എന്നെ അഭിഷേകം ചെയ്തതിന് നന്ദി പറയുന്നു. എന്നിലൂടെ 10,000 മനുഷ്യർ ഈ കാലഘട്ടത്തിൽ കർത്താവിലേക്ക് വിശ്വാസത്തിലേക്ക് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. ഞാനിപ്പോൾ മാത്രമല്ല കാലാകാലം ഞാൻ മരിക്കണവരെ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ വേല ചെയ്യുമെന്ന് പറഞ്ഞ് സ്വർഗത്തിൻ്റെ പഠന്മാരായിട്ട് മാറാൻ വരുമ്പോൾ അപ്പോൾ ദൈവമാരാണ് നിങ്ങളറിയും. നിങ്ങളിങ്ങനെ വാദപ്പനിയും പിടിച്ച്
ചിക്കൻ ഗുനിയായും വന്ന്, ഡെങ്കിപ്പനി തക്കാളിയും വന്ന് എല്ലാം പിടിഞ്ഞ് പനി പിടിച്ച രോഗികളെപ്പോലെയാണ് പലരും ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. കാര്യം ഇതിൻ്റെ ഈ വെടിമരുന്നിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിലാണ്. കാര്യം ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണല്ല, ചെല്ലുന്ന പ്രാർത്ഥന അല്ലല്ല. കാര്യം നമുക്കറിയാമല്ലോ, എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളും മനുഷ്യന് പ്രതിസന്ധി വന്നപ്പോൾ തുടങ്ങിയതാണ്. ദൈവം തുടങ്ങിച്ചതാണ്. എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളും മനുഷ്യന് പ്രതിസന്ധി വന്നപ്പോൾ ദൈവം ഏതെങ്കിലും ഒരു മനുഷ്യനെ, ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ ദൈവം അഭിഷേകം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ജപമാല ഒരു കാലഘട്ടത്തിൽ 12-ാം നൂറ്റാണ്ട് 10 പ്ലേഗിൻ്റെ കാലം കഴിഞ്ഞപ്പോഴേ, അതായത് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു തീർന്നിട്ടുള്ള ഒരു 10-ാം നൂറ്റാണ്ടുണ്ട്. കുരിശുയുദ്ധം നടത്തിയ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലങ്ങളിൽ യൂറോപ്പ് തളർന്നു പോയൊരു കാലഘട്ടത്തിലാണ് ഈ ശക്തിയുടെ ആയുധമായിട്ട് വരുന്നത്, ജപമാലയായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം സെൻറ്റ് ഡോമിനിക്കാണ് ഇതിൻ്റെ പ്രയുക്തമായിട്ട് വരണത്. അങ്ങനെ ഒരു മനുഷ്യനാണ്, വൈദികനാണ്. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ദൈവത്തോട് ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ദൈവം അദ്ദേഹത്തിലൂടെയാണ് അത് ഉയർത്തിക്കൊണ്ട് വന്നത്, അത് നിറവേറ്റിക്കൊണ്ട് വന്നത്. പിന്നെ അത് ലോകത്തിൻ്റെ മുഴുവനും ശക്തിയുടെയും സംരക്ഷണത്തിൻ്റെയും സംവിധാനമായി മാറി ജപമാല. അതൊക്കെ മുമ്പ് ഒരു കാര്യമായിട്ട് ചെയ്തായിരുന്നു. എന്താണ്? കുരിശിൻ്റെ വഴി. അത് ഒരു മനുഷ്യനാണ് ചെയ്തത്. ആരാണത്? ഫ്രാൻസിസ് അസീസി. തുർക്കികൾ ജെറുസലേം മുഴുവൻ വളഞ്ഞ് അത് മുഴുവൻ കീഴടക്കി കഴിഞ്ഞപ്പോൾ വിശുദ്ധ നാട്ടിൽ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റാതിരുന്ന ഫ്രാൻസിസ് അസീസിക്ക് സങ്കടം വന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ ഈ 12-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ കർത്താവിൻ്റെ ചില സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ച് കർത്താവിൻ്റെ വീഴ്ചയെക്കുറിച്ചും കുരിശ് ചുമക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ആത്മാവിൽ ധ്യാനിച്ച് കർത്താവിൻ്റെ പീഡാനുഭവം കൊണ്ട് ഐക്യപ്പെട്ട് അങ്ങേരെ രൂപപ്പെടുത്തിയെടുത്താണ് കുരിശിൻ്റെ വഴി. ഒരു വ്യക്തിയാണ് അല്ലേ? ഓരോ പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തരെ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന അഭിഷിക്തരിലൂടെയാണ് ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഇത് തന്നെയാണ് ഈ 13-ാം നൂറ്റാണ്ടിൽ കാര്യം. ഇതെല്ലാം 12, 13, 14, 16 നൂറ്റാണ്ട് രൂപപ്പെട്ട് വന്നിട്ടുള്ള ഭക്തകൃത്യങ്ങളാണ് ഇന്നും ജ്വലിച്ച് നിൽക്കണതേ. അതായത് ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ലൊംബാർഡ്സ്, വിസിഗോട്ട്സ്, അതുപോലെ തന്നെ മൂർസ്, ഇവരെല്ലാം റോമിനെ ആക്രമിച്ച് പൊട്ടിച്ച് തവിട് പൊടിയായി കഴിഞ്ഞപ്പോൾ അച്ഛന്മാരെയും വിശ്വാസികളെയും സിസ്റ്റേഴ്സിനെയൊക്കെ 100 കണക്കിന് കൊല്ലുമായിരുന്നു ഈ ലൊംബാർഡ്സ്. ഇതിപ്പോൾ ഭീകരവർഗമാണ്. അങ്ങനെ വന്നപ്പോൾ ലൊംബാർഡ്സ് ക്ലാരപ്പുണ്യാളത്തിയുടെ കോൺവെൻറ്റിലേക്ക് 100 കുതിരകളുമായിട്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടി കയറുമ്പോൾ ക്ലാരപ്പുണ്യാളത്തി ഈ നാഴി പോലെ ഒരു സംവിധാനത്തിലാണ് കുർബാന അന്ന് സൂക്ഷിച്ചിരുന്നത് രോഗികൾക്ക് വേണ്ടി. ആ നാഴി, ചെറിയ നാഴിയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. കർത്താവ്, ഞങ്ങൾക്കാരുമില്ല, നീ മാത്രമേ ഉള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഈ ലൊംബാർഡ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ വിറച്ചു തള്ളി തുള്ളി കുർബാനയുമായിട്ട് നിൽക്കും. അതോടുകൂടി ഇവർ പിന്തിരിഞ്ഞു പോകും. അന്ന് മുതലാണ് ആരാധന തുടങ്ങുന്നത്, ദിവ്യകാരുണ്യ ആരാധന. അപ്പം ഇങ്ങനെ ആരാധനയായാലും ജപമാലയായാലും കുരിശിൻ്റെ വഴിയായാലും സഭയുടെ ഓരോ ആപൽഘട്ടങ്ങളിൽ കിട്ടിയ അഭിഷേകങ്ങളാണ്. അതെല്ലാം വ്യക്തികളിലൂടെ തുടങ്ങിയതാണ്. ലോകത്തിന് പ്രതിസന്ധി വന്നപ്പോൾ വ്യക്തികളിലൂടെ, ദൈവത്തിൻ്റെ അഭിഷേകത്തിലൂടെ ദൈവം തുടങ്ങിയ ലോക ശക്തീകരണത്തിൽ നടത്തിയ ദൈവബന്ധത്തിൻ്റെ ഒരു പ്രാർത്ഥനാ പദ്ധതികളാണ് അതൊക്കെ. പക്ഷേ ഉടമ്പടി അതല്ല. ഉടമ്പടി മനുഷ്യരാശിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഉണ്ടായതല്ല, ദൈവത്തിനൊരു പ്രതിസന്ധി വന്നപ്പോൾ ദൈവം കണ്ടുപിടിച്ചതാണ് ഉടമ്പടി. അതാണ് മറ്റു പ്രാർത്ഥനകളും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിന് പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന് പ്രതിസന്ധിയാണ്. അതെ, ദൈവം സൃഷ്ടിച്ച ജനം ദൈവത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്ന് സാത്താന് വിധേയപ്പെട്ട് കൃപ നഷ്ടപ്പെടുത്തി പോയപ്പോഴാണ് ഏദനിലെ ആദ്യത്തെ ഉടമ്പടി ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? പിന്നീട് ഏദൻ്റെ ഉടമ്പടി കഴിയുമ്പോഴാണ് രണ്ടാമത്തെ ഉടമ്പടി. ആദത്തിൻ്റെ ഉടമ്പടി കഴിഞ്ഞ ശേഷമാണ് ഏദൻ ഉടമ്പടി. ഏദൻ ഉടമ്പടി തന്നെയും ആണ് മരിയൻ ഉടമ്പടി. എന്താണ്? ഈ കൃപ നഷ്ടപ്പെട്ട മനുഷ്യന് വീണ്ടും കൃപ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ചാണ് ഉടമ്പടി. കൃപ നഷ്ടപ്പെട്ട മനുഷ്യന്, അശക്തരായിപ്പോയ മനുഷ്യർ, ദൈവത്തിന് അകന്നുപോയ മനുഷ്യർ, ജീവിതത്തിൽ തരിപ്പണമായി പരാജയപ്പെടാൻ പോകുന്ന മനുഷ്യനെ തൻ്റെ മാറോട് ചേർത്ത് വെക്കാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ചതാണ് ഉടമ്പടി. കവനൻ്റ് ഓഫ് ഈഡൻ. അതിലെന്താണ് പറയണത്? നിനക്കും സ്ത്രീക്കും തമ്മിൽ 33:15 നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന്. അപ്പോൾ അവൻ അവിടെ വരികയാണ്. അവൻ മാത്രമല്ല, സ്ത്രീയും. അവൻ പറയണ പോലെ ചെയ്യാൻ പറയണത് സ്ത്രീയാണ്. മനസ്സിലായില്ലേ? അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണത് സർപ്പത്തിൻ്റെ കുതികാലിലെ സർപ്പത്തിന് തലയ്ക്ക് ചവിട്ടിയ അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണതും പറഞ്ഞ് ചെയ്യിക്കണതും സ്ത്രീയാണ്. ആ സ്ത്രീയാണ് മറിയാം.
അവരുടെ മധ്യസ്ഥത്തിലാണ് ഈ മരിയൻ ഉടമ്പടി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടായ കാലത്ത് മനുഷ്യന്മാർ കണ്ടുപിടിച്ചതല്ല, ദൈവം മുൻകൈ എടുത്ത് ചെയ്തതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചന വെളിപാടിന് നന്ദി പറയുന്നു.